സൽക്കാരോ സൗഹൃദമൊന്നും ഇനി നമ്മൾ തമ്മിൽ ശരിയാവില്ല. എത്രയും നേരത്തെ അതൊക്കെ വെച്ച് മതിയാക്കുന്നത് തന്നെയാണ് നല്ലത്. മുരളി, എന്താണോ താൻ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? വേണ്ട വിപി, ഉണ്ടായതിൻ്റെയും ഉണ്ടാകാൻ പോകുന്നതിൻ്റെയും കഥകളൊന്നും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുന്നത് തന്നെയാണ് നമുക്ക് രണ്ടു കൂട്ടർക്ക് നല്ലത്. എന്നാലും വലിയ ചതിയായിപ്പോയി വിപി, നിങ്ങളെല്ലാവരും കൂടി എന്നോടും എൻ്റെ മോളോടും കാണിച്ചത്. ബേബി, ദാ ഇവിടെ അവസാനിക്കുന്നല്ല. ഇനി എന്റെ മോള് ഞങ്ങളറിയാതെ ഇവിടെ വന്ന ഇവളിവിടെ കയറ്റരുത്. അതുപോലെ തന്നെയായിരിക്കും അപ്പുവിന്റെ കാര്യവും. ദയവ് ചെയ്ത് ആ സാധനത്തിനെ അങ്ങോട്ട് വിടരുത്. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ പ്ലീസ്. വാ ഇവിടെ. വിപി, പറയാവുന്നതിന്റെ മാക്സിമം ഞാൻ അവളോട് പറഞ്ഞു നോക്കി. ഇനി അവൾക്ക് അതൊന്നും ഉൾക്കൊള്ളാനായില്ലെങ്കിൽ പിന്നെ ഇതിനപ്പുറം ഒന്നും ചെയ്യാനാവില്ല. എവിടാന്ന് വെച്ചാ വിപി അവളെ കൊണ്ടുപോയിക്കോളൂ. നേരത്തെ പറഞ്ഞ നെല്ലിയാമ്പതിയിലെ ഡോക്ടറിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ വേറെ വല്ല ഡോക്ടേഴ്സിന്റെ അടുത്തേക്കോ എല്ലാം വിപി തീരുമാനിച്ചാൽ മതി. മെന്റൽ കെയർ സെന്റർ എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഭ്രാന്താശുപത്രി തന്നെയാ അത്. അല്ലേ വിപി? നമ്മുടെ മോള് ഒരു മനോരോഗിയായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ പറയാൻ? കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞ ഭ്രാന്തി. ശരിയാ, നമ്മുടെ അപ്പന് ഭ്രാന്ത് തന്നെയാ അല്ലേ വിപി? അല്ലെങ്കിൽ പിന്നെ അവളെന്താ ഇങ്ങനെയൊക്കെ അല്ലേ? തനിക്കറിയാലോ ഗീത, സാമ്പത്തികമായി വലിയ അടിത്തറയൊന്നുമില്ലാത്ത ഒരു ചുറ്റുപാടിൽ വളർന്നവനാണ് ഞാൻ. സാമ്പത്തികമായിട്ട് മാത്രമല്ല, പറയത്തക്ക ബന്ധുബലമോ സോഷ്യൽ സപ്പോർട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. 10ാം ക്ലാസ്സിലെ വർഷപരീക്ഷയുടെ തലേന്ന് മദ്യലഹരിയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ കേസിൽ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അച്ഛനെ രക്ഷിക്കാൻ വക്കീൽ ഓഫീസിലേക്ക് പോണോ അതോ പരീക്ഷ എഴുതാൻ സ്കൂളിലേക്ക് പോണോ എന്നതായിരുന്നു ജീവിതത്തിൽ ഞാൻ നേരിട്ട ആദ്യത്തെ വെല്ലുവിളി. എന്തു വേണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന 15-കാരന് രോഗശൈലിയിൽ കിടക്കുന്ന അമ്മയുടെ വക ഉപദേശം എന്താണെന്നോ? അച്ഛൻ്റെ കാര്യം കൂടെ കുടിച്ചവർ നോക്കിക്കൊള്ളും, നിനക്ക് വേണ്ടി പഠിക്കാനും പരീക്ഷ എഴുതാനും നീ മാത്രമേ കാണുള്ളൂ എന്ന്. ജീവിതത്തിൽ വിജയപ്പണിക്കർക്ക് കിട്ടിയ ആദ്യത്തെ മോട്ടിവേഷൻ. അമ്മയുടെ വാക്ക് ഞാൻ അനുസരിച്ചു. അത്രയും സമ്മർദ്ദത്തിനിടയിലും പരീക്ഷ തിരക്കിടില്ലാതെ എഴുതി നല്ല മാർക്കോടെ ജയിച്ചു. ജീവിതത്തിൽ ആദ്യമായി പൊരുതി നേടിയ വിജയം. പിന്നീട് അങ്ങോട്ട് പല പ്രതിസന്ധികളിലും പതറി നിൽക്കേണ്ടി വന്നപ്പോഴൊക്കെ അമ്മയുടെ ആ വാക്കുകളായിരുന്നു എനിക്ക് വിളിച്ചു തന്നത്. നിനക്ക് വേണ്ടി നീയേ ഉള്ളൂ എന്ന് ഒരുപാട് അർത്ഥമുള്ള ആ കൊച്ചു വാചകത്തിന്റെ ശക്തിയിലാണ് ഇന്ന് കാണുന്ന ഈ വിജയപ്പണിക്കരുണ്ടായി. അമ്മയിൽ നിന്ന് കിട്ടിയ ആ വെളിച്ചം പിന്നീട് ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഞാൻ പകർന്നു കൊടുത്തു. ഒരുപാട് പേരെ നിരാശയുടെ ഇരുട്ടിൽ നിന്ന് പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് കയറ്റി. ഏത് പ്രതിസന്ധിയെയും ചങ്കൂറ്റത്തോടെ നേരിടാമെന്ന് സ്വയം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോ എൻ്റെ ആത്മവിശ്വാസമൊക്കെ വല്ലാതെ ചോർന്നു തുടങ്ങിയിരിക്കുന്നെങ്കിൽ
പെരുന്തച്ഛന്റെ കഥ ഓർമ്മയില്ലേ തനിക്ക്? മറ്റുള്ളവരുടെ ജാതകം എഴുതിയതൊക്കെ കൃത്യമായിരുന്നു. പക്ഷെ സ്വന്തം മകന്റെ കാര്യത്തിൽ മാത്രം പിഴച്ചു. ഏതാണ്ട് അതുപോലെ തന്നെയാ ഈ വിജയ് പണിക്കരുടെ അവസ്ഥയും. സ്വന്തം മകളെ മര്യാദയ്ക്ക് വളർത്താൻ കഴിയാത്തവൻ എങ്ങനെ മറ്റുള്ളവരുടെ മക്കൾക്ക് നേർവഴി പറഞ്ഞു കൊടുക്കും? ആൾക്കാർ കളിയാക്കി ചിരിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വയ്യടോ, അവൾ അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്താ പിന്നെ അവസാനിച്ചു എല്ലാം. ഇതിനും നല്ലത് അത് ആ സൂയിസൈഡ് അറ്റംപ്റ്റിൽ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ. എന്താ ഇപ്പൊ പറഞ്ഞത്? നമ്മുടെ അപ്പൂനെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നേ? പറ. നമ്മുടെ മോളെ എങ്ങനെ തോന്നി വിപിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? ഇത്ര സെൽഫിഷ് ആയിരുന്നോ നിങ്ങള്? ഗീത, ഞാൻ അങ്ങനെയൊന്നും. വേണ്ട വേണ്ട വിപി, അവളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. കൊണ്ടുപോയി ചികിത്സിക്കുകയോ ചങ്ങലക്കിടുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോ. പക്ഷെ എന്റെ മോളെ എവിടെയാണെങ്കിലും ജീവനോടുണ്ടാവണം. അത് മാത്രം മതി എനിക്ക്. എന്റെ മോള് അവള്, ഞാൻ പ്രസവിച്ചതാ അവളെ. ഇപ്പൊ പറഞ്ഞതുപോലെ മേലിൽ ആവർത്തിക്കരുത്.